റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതോ റീഡ് റെസിപ്റ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഈ 3 സൈക്കോളജിക്കൽ ഫാക്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്പർ 1 എന്ന് പറയുന്നത് അതിൽ കാണിക്കുന്നത് ഡിസയർ ഫോർ കൺട്രോൾ ആൻഡ് റിഡ്യൂസ് പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് എന്തിനു മേലെയുള്ള കൺട്രോൾ ആണെന്നറിയോ? നമുക്ക് നമ്മുടെ സമയത്തിന് മേലെ, നമ്മുടെ ഇമോഷൻസിന് മേലെ, അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ചില ബൗണ്ടറീസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ നമ്മുടെ സമയം, അതായത് ആ മെസ്സേജ് കണ്ടാൽ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റണം എന്നില്ല. തിരക്കിനിടയിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് റിപ്ലൈ കൊടുത്താൽ മതി. ഏത് രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യണം, അല്ലെങ്കിൽ ചില മെസ്സേജസിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല, വല്ലാത്ത ചൊറികളായിരിക്കും, അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കും. അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു കൺട്രോളും, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഷർ, ഈ ചില മെസ്സേജസ് വരുമ്പോൾ നമുക്ക് കൺഫ്രണ്ട് ചെയ്യാനായിട്ട്, അഭിമുഖീകരിക്കാനായിട്ട് തീരെയും പറ്റണം എന്നില്ല. അപ്പൊ റിഡ്യൂസ് പ്രഷർ എന്ന് പറയുന്നത് അവിടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്പർ 2 എന്ന് പറയുന്നത് നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഇമോഷണലി വളരെ ചാർജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേ രീതിയിൽ ഇമോഷൻസ് ഒന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല, അല്ലെ? അതായത് എന്ത് പറഞ്ഞാലും വഴക്കാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ പോലും കൊടുക്കാണ്ട് അങ്ങ് പോകുന്ന ചില ശീലം എല്ലാവരിലും കാണണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കണ്ടു എന്നിട്ടാണ് റിപ്ലൈ തരാത്തത് എന്നൊക്കെയുള്ള വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി, ആ ഒരു ഓക്വേർഡ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഗിൽറ്റ് ഫീൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്തിടാറുണ്ട്. അപ്പൊ ഇതില് പല പല റീസൺസ് ഉണ്ടാകാം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സെൽഫ് കെയർ ആണ്. അതായത് ഇമോഷൻസ് ഒക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രോസസ് ചെയ്യാം. നമുക്ക് വ്യക്തമായ ഒരു ബൗണ്ടറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ആരോട് ചാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം, ആരുടെ മെസ്സേജിന് ഇപ്പൊ റിപ്ലൈ കൊടുക്കണം, അങ്ങനെയുള്ള രീതിയിൽ ഒരു പ്രയോറിറ്റൈസേഷൻ ഒക്കെ സാധ്യമാണ്. ഇങ്ങനെ 3 സൈക്കോളജി ഫാക്ട് ആണ് റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്യുന്നതിന് പിന്നിൽ ഉള്ളത്. അപ്പോ നിങ്ങൾക്ക് ഇതിലുള്ള കാരണം ഏതാണ്? അതോ ഈ 3 കാരണവും ഒരുമിച്ചിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതിനായാലും ഒരു കാര്യം ഉറപ്പാണ്, പലർക്കും ഈ റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്തിരുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. കണ്ടോന്നും അറിയില്ല, വായിച്ചോന്നും അറിയില്ല, ആകപ്പാടൊന്നും അറിയാത്ത ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നിൽക്കുന്നത്, അല്ലെ? അപ്പോ ആ റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുന്ന ആൾ നിങ്ങളാണോ? അതോ അങ്ങനെ ഒരു ചങ്കുണ്ടോ? മെൻഷൻ ചെയ്തോളൂ കേട്ടോ.